ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് എൻ്റെ അച്ചമ്മ. അപ്പോൾ ഞാനും അച്ചമ്മയും കൂടെ പച്ചമരുന്ന് പറിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. കർക്കിടക മാസത്തിലെ ഔഷധ കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള പച്ചമരുന്ന്. പണ്ടൊക്കെ അച്ചമ്മയൊക്കെ ഇവിടെ നിന്നാണ് പറിച്ചിരുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളതും അന്വേഷിച്ച് നടക്കുകയാണ്. കുറച്ചൊക്കെ കാട് പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഈ ഒരു വേലിക്കലൊക്കെയാണ് നിൽക്കുക എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനും അച്ചമ്മയും നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഞങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ ഗൈസ്, നമുക്ക് പുത്തരിച്ചുണ്ടയും ഇല്ലങ്കട്ടിയൊന്നും കിട്ടിയില്ല. അപ്പോൾ നമുക്ക് കിട്ടിയത് ആനത്തുമ്പ. ഇത് വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കുന്ന പറയണത്. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാം. ഇത് വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കില്ലേന്ന് കേട്ടോ. ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് തോരൻ വെക്കാം കേട്ടോ. അപ്പോൾ ഇലകളൊക്കെ കൊടുന്ന് നന്നായി ഉള്ളി എടുത്തിട്ട് നമ്മളിത് കഴുകിയെടുക്കാൻ കേട്ടോ. അങ്ങനെ കഴുകിയെടുത്തിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ അരിഞ്ഞെടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവിക്കാൻ വയ്ക്കുകയാണ്. അപ്പോൾ അത്ര വേവൊന്നുമില്ല കേട്ടോ ഈ ഇലയ്ക്ക്. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഊറ്റിയെടുക്കാം. പിന്നെ ചട്ടിയിലേക്ക് കുറച്ച് അരിമണി ഇട്ട് കൊടുക്കാം. അത് വറക്കുന്നതിനിടയിലാണ് കേട്ടോ അച്ചമ്മ അവിടെ ഒരു പാമ്പിനെ കണ്ടേ. അപ്പോൾ അത് വേഗം ക്യാമറയും കൊണ്ട് അതിൻ്റെ പിന്നാലെ പോയി. നമ്മുടെ വീടിൻ്റെ ബാക്കിൽ തന്നെയായിരുന്നു. അപ്പോൾ ചേരയാണ് സംഭവം. പക്ഷേ പാമ്പിനെ കണ്ട എല്ലാവർക്കും പേടിയില്ല. അപ്പം നമ്മൾ അതെങ്ങോട്ടാണ് പോണേന്ന് നോക്കിയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ എന്തൊക്കെയോ സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ അത് അങ്ങോട്ട് പേടിച്ചിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ കേട്ടോ പാമ്പ് പോണോണ്ടോ. ആ സമയത്ത് എൻ്റെ അരിമണി കുറച്ചൊക്കെ കരിഞ്ഞു കേട്ടോ. അതിലേക്ക് നമ്മൾ കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് പൊടിച്ചെടുക്കാം. അപ്പോൾ വെന്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഇല ഉണ്ടല്ലോ, ഇല ചീഞ്ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പൊടിച്ച് വെച്ച അരിമണിയും മുളകും കൂടിയിട്ട് ഇതിലേക്ക് വിതറി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ടേസ്റ്റിനനുസരിച്ചിട്ട് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കാം കേട്ടോ. പണ്ട് വെല്ലിച്ചനൊക്കെ ഇത് ഉണ്ടാക്കാറുണ്ടെന്നാണ് അച്ചമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായത്. വെല്ലിച്ചൻ അങ്ങനെ ഇതുപോലെയുള്ള തട്ടിക്കൂട്ട് റെസിപ്പീസൊക്കെ ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു കേട്ടോ എൻ്റെ വെല്ലിച്ചൻ. ആളിപ്പോൾ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ പിന്നെ എല്ലാം റെഡി ആയപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പോൾ നല്ല അറിഞ്ഞലിൻ്റെ മിളകും ചാറുണ്ടായിരുന്നു, അറിഞ്ഞൽ വറുത്തതുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ തോരൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ടായിരുന്നു ഇന്നത്തെ ഉച്ചയൂണ്. അപ്പോൾ ഞാൻ കഴിച്ച് നോക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണേ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പുറത്ത് അച്ചമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അച്ചമ്മയും ഞാനും കൂടി ഉച്ചയൂണാണ്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് ഈ ഒരു ആനത്തുമ്പ് വെച്ചിട്ടുള്ള തോരനായിരുന്നു. പിന്നെ വൈകിട്ട് ഞങ്ങൾ മരുന്ന് കഞ്ഞിയാണ് കഴിച്ചത്. കർക്കിടക മാസത്തിലെ മരുന്ന് കഞ്ഞി അത് മുടങ്ങാതെ ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യം എൻ്റെ കൂടെ അച്ചമ്മയുണ്ട്. അപ്പോൾ ഞങ്ങളിത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പച്ചമരുന്ന് കിട്ടാത്ത കാരണം ഞങ്ങൾ പിന്നെ അങ്ങാടിക്കടയിൽ നിന്ന് പറഞ്ഞ് മേടിച്ചതാണ്. അപ്പോൾ ഞങ്ങളിതായിരുന്നു കഴിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു.